ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചുക്ക ഉണ്ണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതൊരു നേപ്പാളി റെസിപ്പിയാണ്. ഞാനിതിൽ എൻ്റേതായ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു വഴുതനങ്ങ ചെറിയ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പോളം പുളിയില്ലാത്ത ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ സവാള അരിഞ്ഞെടുത്താണ്, അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ്, അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് പൊമോഗ്രാനൈറ്റ്, നമ്മുടെ മാതള നാരങ്ങയാണ്, അതും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയതാണ്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കസ്തൂരി മെത്തിയാണ്, ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ എണ്ണയുടെ ചൂട് മതി കേട്ടോ, ഇനി തീയൊന്നും കത്തിക്കണ്ട. ഇത് നമുക്ക് ഈ ചുക്കോണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരള ചുക്കോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് നല്ല രുചിയുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ.